പിന്തുടർച്ച അവകാശി ബാലനായിരിക്കുന്നിടത്തോളം കാലം ആരിൽ നിന്നാണ് വിഭിന്നനല്ലാത്തത്? അടിമയിൽ നിന്ന്. പിന്തുടർച്ച അവകാശി പിതാവ് നിശ്ചയിച്ച കാലാവധി വരെ ആരുടെ സംരക്ഷണത്തിലാണ് ആയിരിക്കുക? രക്ഷകർത്താക്കളുടെയും കാര്യസ്ഥന്മാരുടെയും. നമ്മൾ ശിശുക്കളായിരുന്നപ്പോൾ ഏതിൻ്റെ ശക്തിക്കാണ് അടിമപ്പെട്ടിരുന്നത്? പ്രകൃതിയുടെ. എന്തു വന്നപ്പോഴാണ് ദൈവം തൻ്റെ പുത്രനെ അയച്ചത്? കാലസമ്പൂർണത. ദൈവം തൻ്റെ പുത്രനെ നിയമത്തിന് അധീനരായി അയച്ചത് നമ്മെ എന്തായി ദത്തെടുക്കേണ്ടതിനാണ്? പുത്രന്മാരായി. ആബാ പിതാവ് എന്ന് വിളിക്കാൻ ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് അയച്ചിരിക്കുന്നത് ആരെയാണ്? പുത്രൻ്റെ ആത്മാവിനെ. പുത്രനെങ്കിൽ ദൈവഹിതമനുസരിച്ച് നീ ഇനി ആരാണ്? അവകാശി. ദൈവത്തെ അറിയാതിരുന്ന അന്ന് ഗലാത്യർ യഥാർത്ഥത്തിൽ എങ്ങനെയുള്ളവയാണ് സേവിച്ചത്? ദൈവമല്ലാത്തവയെ. ഗലാത്യർ എങ്ങനെയുള്ള പ്രപഞ്ചശക്തികളുടെ അടുത്തേക്കാണ് വീണ്ടും തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നത്? ബലഹീനങ്ങളും വ്യർത്ഥങ്ങളുമായ. ഗലാത്യർ എന്തൊക്കെ ആചരിക്കുന്നുവെന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്? ദിവസങ്ങളും മാസങ്ങളും ഋതുക്കളും വർഷങ്ങളും. ഗലാത്യരുടെ ഇടയിൽ താൻ ചെയ്ത എന്ത് വൃഥാവിലായോ എന്നാണ് പൗലോസ് ഭയപ്പെടുന്നത്? അധ്വാനം. പൗലോസ് ഗലാത്യക്കാരോട് ആരെ പോലെ ആകാനാണ് ആവശ്യപ്പെടുന്നത്? പൗലോസിനെ പോലെ. ഏത് സാഹചര്യത്തിലാണ് പൗലോസ് ആദ്യമായി ഗലാത്യരോട് സുവിശേഷം പ്രസംഗിച്ചത്? ശാരീരിക അസ്വാസ്ഥ്യമുള്ളപ്പോൾ. പൗലോസിൻ്റെ ശാരീരിക സ്ഥിതി ഒരു പരീക്ഷയായിരുന്നിട്ടും ഗലാത്യർ അദ്ദേഹത്തെ ആരെപ്പോലെയാണ് സ്വീകരിച്ചത്? ദേവദൂതനെ പോലെ, യേശുക്രിസ്തുവിനെ പോലെ. സാധിക്കുമായിരുന്നെങ്കിൽ സ്വന്തം എന്ത് ചൂഴ്ന്നെടുത്തു തരാനാണ് ഗലാത്യർ തയ്യാറായിരുന്നത്? കണ്ണുകൾ. ഗലാത്യരോട് എന്ത് തുറന്നു പറഞ്ഞുകൊണ്ടാണ് താൻ ശത്രുവായി എന്ന് പൗലോസ് ചോദിക്കുന്നത്? സത്യം. ഗലാത്യരെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നവരുടെ ലക്ഷ്യമെന്താണ്? തങ്ങളിൽ താല്പര്യം കാണിക്കാൻ. ഏതു കാര്യത്തിലാണ് എല്ലായ്പ്പോഴും താല്പര്യം കാണിക്കേണ്ടത്? നല്ല കാര്യത്തിൽ. ക്രിസ്തു നിങ്ങളിൽ രൂപപ്പെടുന്നതുവരെ ഞാൻ വീണ്ടും നിങ്ങൾക്ക് വേണ്ടി എന്ത് അനുഭവിക്കുന്നുവെന്നാണ് പൗലോസ് പറയുന്നത്? ഈറ്റുനോവ്. അബ്രാഹത്തിന് എത്ര പുത്രന്മാരാണ് ഉണ്ടായിരുന്നത്? 2. അബ്രാഹത്തിൻ്റെ പുത്രന്മാർ ആരിൽ നിന്നൊക്കെയാണ് ജനിച്ചത്? ദാസിയിൽ നിന്നും സ്വതന്ത്രയിൽ നിന്നും. ദാസിയുടെ പുത്രൻ ശാരീരിക രീതിയിലും സ്വതന്ത്രയുടെ പുത്രൻ എങ്ങനെയുമാണ് ജനിച്ചത്? വാഗ്ദാന പ്രകാരം. ദാസ്യവൃത്തിക്കായി മക്കളെ ജനിപ്പിക്കുന്ന സീനായി മലയിൽ നിന്നുള്ള ഉടമ്പടിയുടെ പ്രതീകം ആരാണ്? ഹാഗാർ. അറേബ്യയിലെ സീനാമലയായ ഹാഗാർ ഇന്നത്തെ ഏതു നഗരത്തിൻ്റെ പ്രതീകമാണ്? ജെറുസലേം. നമ്മൾ ആരെപ്പോലെയാണ് വാഗ്ദാനത്തിൻ്റെ മക്കളായിരിക്കുന്നത്? ഇസ്ഹാക്കിനെ പോലെ. എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ അയച്ചു. അവൻ സ്ത്രീയിൽ നിന്നും ജാതനായി നിയമത്തിന് അധീനനായി ജനിച്ചു. ഗലാത്യ 4:4. നിങ്ങൾ മക്കളായതുകൊണ്ട് ആബാ പിതാവ് എന്ന് വിളിക്കുന്നവൻ്റെ പുത്രൻ്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് അയച്ചിരിക്കുന്നു. ഗലാത്യ 4:6. ആകയാൽ നീ ഇനിമേ ദാസനല്ല, പിന്നെയോ പുത്രനാണ്. പുത്രനെങ്കിൽ ദൈവഹിതമനുസരിച്ച് അവകാശിയുമാണ്. ഗലാത്യ 4:7. എൻ്റെ കുഞ്ഞുമക്കളെ, ക്രിസ്തു നിങ്ങൾ രൂപപ്പെടുന്നതുവരെ വീണ്ടും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈറ്റുനോവ് അനുഭവിക്കുന്നു. ഗലാത്യ 4:19.